ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് കോപ്പാണ് നമ്മളെ ബേസ് പോസിറ്റീവായി. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പർസ്, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ജനുവരി 23 തിയേറ്ററുകളിലേക്ക് എത്തും. മമ്മൂട്ടി തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രം, അതായത് ഡെർബോയ്ക്ക് ശേഷം റിലീസാവുന്ന അടുത്ത ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പർസ് എന്നത്. ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവ്. അതായത് ഗൗതം വാസുദേവ് ആദ്യ മലയാള ചിത്രമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഒരു ചിത്രത്തിന്. ഗൗതം വാസുദേവനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ക്ലാസിക് ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു ക്ലാസിക് ഡയറക്ടറാണ് ഗൗതം വാസുദേവ് എന്നത്. മിന്നലെ 2001 പുറത്തിറങ്ങിയ മിന്നലെ എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം. വസീകര സോങ്ങൊക്കെയുള്ള മാധവൻ നായകനായ ചിത്രം. അതിനുശേഷം നിരവധി ക്ലാസിക് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ്. കാക്ക, വേട്ടയാട് വിളയാട്, വിണ്ണൈ താണ്ടി വരുവായ, വാരണമായിരം, എന്നെ അറിന്താള്, അങ്ങനെ നിരവധി നല്ല ക്ലാസിക് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് ഗൗതം വാസുദേവ് മേനോൻ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടിരിക്കാൻ തന്നെ വളരെയധികം ഒരു പോസിറ്റീവ് ഒരു വൈബാണ്, ഒരു എനർജിയാണെന്ന് പറയാം. കാരണം വളരെ വെറൈറ്റി രീതിയിൽ കഥകളിങ്ങനെ പറഞ്ഞു പോയി ഒരു ഫീൽ ഗുഡ് മൂവീസാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം. അദ്ദേഹത്തിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചിത്രം ഏതാണെന്ന് വെച്ചാൽ വാരണമായിരമാണ്. സൂര്യയുടെ വാരണമായിരം ഒത്തിരി പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടതാണ്. വാരണമായിരം ഇപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണുന്നൊരു സിനിമയാണ് വാരണമായിരം എന്നത്. അതിൻ്റെ പാട്ടുകളും കാര്യങ്ങളും അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ അല്ല മനോഹരമായ വിഷ്വൽസും സൂര്യയുടെ അഭിനയവും എല്ലാം കൂടെ അടിപൊളി ചിത്രമായിരുന്നു. നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരാം. ഈ ചിത്രത്തിൻ്റെക്ക് നോക്കുമ്പോൾ ഗൗതം വാസുദേവൻ്റെ ഡയറക്ഷന്, മമ്മൂട്ടി ഹീറോ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ട്, അതും അദ്ദേഹം മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമ, അതും മമ്മൂട്ടിയോടൊപ്പം. അതോടൊപ്പം ഈ ചിത്രത്തിൻ്റെ മറ്റഭിനേതാക്കൾ ഗോകുൽ സുരേഷ്, സുസ്മിത ഭട്ട്, ലെനയ, സിദ്ദിഖ്, അങ്ങനെ ഒരു നിരവധി വലിയ കാസ്റ്റിംഗ് തന്നെയുണ്ട് ഈ ചിത്രത്തിൽ. ഇതിൻ്റെ ട്രെയിലറിനെ കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിഷ്ണുവാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദർബുക ശിവയാണ്. എന്നെ നോക്കി പായിന്തോട്ട എന്ന ചിത്രത്തിൽ അദ്ദേഹം, ഗൗതം വാസുദേവ് മേനോൻ എന്ന ചിത്രമായിരുന്നു എന്നെ നോക്കി പായിന്തോട്ട, അതിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട് ദർബുക ശിവ. അദ്ദേഹം ഒരു സംവിധായകനാണ്, ഒരു അഭിനേതാവാണ്, അതോടൊപ്പം മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്ന ഒരു ചിത്രമാണ് ഡൊമിനിക് എന്നത് മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അപ്പോൾ ഒരു പെർസിനെ പിന്തുടർന്ന്, അല്ലെങ്കിൽ ഒരു പെർസ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ പെർസിനെ പിന്തുടർന്ന് പോയി ഒരു വലിയൊരു ദുരൂഹതയും കാര്യങ്ങളുമൊക്കെ, പിന്നീട് ഒരു വലിയൊരു കുറ്റകൃത്യത്തിലേക്ക് പോകുന്നു. അതൊരു സസ്പെൻസ് ത്രില്ലർ ആവുന്നു എന്ന രീതിയിലാണ് ഇതിൻ്റെ കഥയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലറാണ്, ഒരു കുറ്റാന്വേഷണ കഥയാണ് ചിത്രം പറയുന്നത് തന്നെ. അത് വലിയൊരു ലളിതമായ രീതിയിൽ തുടങ്ങി വലിയൊരു ഇതിൽ അവസാനിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ നമുക്കൊരു വെറൈറ്റി ഒരു ഫീലാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ചിത്രം കാണാനൊരു പോസിറ്റീവ് വൈബായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരു പെർസ് നഷ്ടപ്പെടുന്നു, ആ പെർസിനെ സംബന്ധിച്ചിടത്തോളം പെർസിനെ പിന്തുടർന്ന് പിന്നെ പോയി കുറ്റമൊക്കെ തെളിയിക്കുന്ന രീതിയിലുള്ളൊരു കഥയാണ് ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് തോന്നിയത്. ട്രെയിലർ 1 മില്യൺ വ്യൂസും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് യൂട്യൂബിൽ. ഏതായാലും മമ്മൂട്ടിയുടെ 2025 ആദ്യത്തെ റിലീസാണ് ഈ ഡൊമിനിക് എന്ന ചിത്രം. മമ്മൂട്ടിയെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം നമ്മളിങ്ങനെ ഓരോ ചിത്രത്തിലും ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ ആയിക്കോട്ടെ, ക്ലാസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരം റോള് കൊടുത്താലും, പ്രമേയമൊക്കെ അതിൻ്റെ ഉദാഹരണമാണല്ലോ, ഏതൊരു റോള് കൊടുത്താലും അദ്ദേഹം ജീവിച്ച് കാണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചിത്രം നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2025 ആദ്യത്തെ ചിത്രമാണ്. ചിത്രം നല്ലൊരു തുടക്കമാവട്ടെ, അദ്ദേഹത്തിന് 2025 നല്ലൊരു തുടക്കമാവട്ടെ എന്നാണ്, തുടക്കമാകുമെന്നാണ് എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ഏതായാലും ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെയും വിസ്മയിപ്പിക്കുന്നു. ഏതായാലും ചിത്രം നല്ലൊരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കുമെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഗൗതം വാസുദേവൻ്റെ ഡയറക്ഷൻ കൂടെ ആയതുകൊണ്ട് തന്നെ കഥ പറയുന്ന രീതിയിൽ തന്നെ നമ്മളിങ്ങനെ സ്ക്രിപ്റ്റും തിരക്കഥയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലാഗില്ലാതെ തന്നെ കഥ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയേറെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ്, അത്രയേറെ ക്ലാസിക് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് ഗൗതം വാസുദേവ് മേനോൻ. ചിത്രം ജനുവരി 23 തിയേറ്ററുകളിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.